വയനാട്ടിലെ വാർത്തയാണ് അടുത്തത്. വന്യജീവി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രിതല സംഘം വയനാട്ടിൽ സന്ദർശനം നടത്തുകയാണ്. സർവകക്ഷി യോഗമാണ് വയനാട്ടിൽ ചേരുന്നത്. പക്ഷേ സർവകക്ഷി യോഗത്തിൽ UDF പങ്കെടുക്കുന്നില്ല. UDF ഇത് ബഹിഷ്കരിക്കുകയായിരുന്നു. യോഗത്തിനെത്തി തന്നെയാണ് UDF ഈ ബഹിഷ്കരണ തീരുമാനം അറിയിച്ചത്. ന്യായമായ ആവശ്യമാണ് UDF ഉന്നയിച്ചിരിക്കുന്നത്. വനം മന്ത്രിക്ക് പ്രാപ്തിയില്ല എന്ന കാര്യമാണ്. വനം മന്ത്രി വയനാട്ടിലെ കാര്യങ്ങളിൽ വയനാടിന് ചുമതലയുള്ള മന്ത്രി ഇടപെടുന്നില്ല എന്നാണ്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. രാവിലെയാണ് മന്ത്രിമാരുടെ സംഘത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തിയത്. വനം മന്ത്രിക്ക് പുറമെ മന്ത്രിമാരായ കെ രാജൻ, MB രാജേഷ് എന്നിവരാണ് വയനാട് സന്ദർശിക്കുന്നത്, സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇവർക്ക് നേരെയാണ് പ്രതിഷേധമുണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാജിവെച്ച് പുറത്ത് നാളം കെട്ട വനം വകുപ്പ് മന്ത്രിമാരുടെ സംഘത്തിന് നേരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടായത്. സർവകക്ഷി യോഗം പക്ഷേ UDF ബഹിഷ്കരിക്കുകയും ചെയ്തു. വയനാടിന്റെ ചുമതലയുള്ള വനം മന്ത്രിക്ക് ഉത്തരവാദിത്വമില്ല, അദ്ദേഹം വയനാട്ടിലെ ജനങ്ങളെ അപഹസിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് UDF ഈ യോഗം ബഹിഷ്കരിച്ചത്. ചായ കുടിച്ച് പിരിയുവാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് UDF പറയുന്നത്. MLA-മാരായ IC ബാലകൃഷ്ണൻ, T സിദ്ദിഖ് എന്നിവർ ഈ പ്രതിഷേധം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. അവരുടെ വാക്കുകളിലേക്ക്. റവന്യൂ മന്ത്രിയാ, ഇവിടെ വന്നിരിക്കുന്നത് പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയാ, ഇവിടെ വരേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. വനവകുപ്പ് മന്ത്രിയിലും മന്ത്രിമാരിലും ഞങ്ങൾക്ക് ഒരു വിശ്വാസത ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ യോഗം ബഹിഷ്കരിച്ചിട്ടുള്ളത്. വയനാടിന്റെ സാമൂഹ്യ ജീവിതം വരെ തകർന്നു. സമ്പൂർണ്ണ അരക്ഷിതാവസ്ഥ. ഒരു വീട്ടിലേക്കും തിരിഞ്ഞു നോക്കാത്ത മന്ത്രിയാണ് കേരളത്തിന്റെ വനമന്ത്രി. ആ മന്ത്രിയെ ഇരുത്തി ചർച്ച ചെയ്യാൻ സാധിക്കുമോ? സാധിക്കില്ല എന്ന് മീറ്റിംഗിനകത്ത് വെച്ചുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വരേണ്ടത് മന്ത്രിതല സംഘമല്ല, വരേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി വന്ന് ഇവരെയുള്ള മെഡിക്കൽ കോളേജിന്റെ പ്രശ്നവും പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലേക്ക് രോഗികളെ ചികിത്സയുടെ ചെലവ് വഹിക്കാനുള്ള കാര്യം ഉൾപ്പെടെ എല്ലാ കാര്യവും ജനങ്ങൾക്ക് ജീവിക്കണം, വയനാട്ടിലെ സാധാരണക്കാർക്ക് ജീവിക്കണം. ആ ജീവിക്കാൻ ഇന്ന് പ്രയാസകരമായ സാഹചര്യമാണ്. ജനം ഈയാമ്പാറ്റകളെ പോലെ വന്യമൃഗത്തിന് എറിഞ്ഞുകൊടുത്തിരിക്കുകയാണ് സർക്കാർ. ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവാദി ഫസ്റ്റ് അക്യൂസ്ഡ് കേരളത്തിലെ സർക്കാരാണ്.